ഹായ്, ഹൗ ആർ യു? അപ്പോൾ ഞാനിന്ന് വന്നത് വെറുതെ ഒരു കാര്യം പറയാനാ. സോ ലാസ്റ്റ് വീക്ക് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വി ഹഡ് ഗോൺ ടു ദ സൂ, ട്രിവാൻഡ്രം മ്യൂസിയം സൂ. ഞാൻ ആക്ച്വലി ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ബീൻ ഇയേഴ്സ് സിൻസ് ഐവ് ബിൻ ടു ദാറ്റ് പ്ലേസ്. അതിന് ഒത്തിരി നാൾ ഞാൻ അവിടെ പോയിട്ട്, ആൻഡ് ഇറ്റ് ഹാസ് ആക്ച്വലി ചേഞ്ച്ഡ് എ ലോട്ട്. ആൻഡ് ഐ ഡോണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ലൈക്ക് വാട്ട് ഐ സോ നൗ, ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഐ മീൻ ഇൻസൈഡ് ദ സൂ, ദ എൻക്ലോഷേഴ്സ്, ആനിമൽ എൻക്ലോഷേഴ്സും എല്ലാം. സോ പറയാൻ വേണ്ടി വന്നത്, ഞങ്ങൾക്ക് ആക്ച്വലി കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ. വി ഡിഡ്ന്റ് നോ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വർ ദെയർ അവൈലബിൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഐ തോട്ട് ഐ ഷെയർ വിത്ത് യു, ദോസ് ഹു ഡിഡ്ന്റ് നോ. സോ യൂസ്ഫുൾ ആണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പം ഫസ്റ്റ് തിങ് ഈസ്, നമുക്ക് അതിനകത്തോട്ട് കയറാനുള്ള എൻട്രി, ആക്ച്വലി എൻട്രി എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഹൗ വി എൻറ്റർ വിത്ത് എ കാർ, ദാറ്റ് ഈസ്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷൻ്റെ അടുത്തുള്ള ആ ഗേറ്റ് കൂടെയാണ് എൻട്രി എന്നാണ് വിചാരിച്ചത്. സോ വി കെയിം ദർ ആൻഡ് ദെൻ ഞാനപ്പം ഇറങ്ങിയിട്ട് അവിടെയുള്ള ഒരു വാച്ച്മാൻ ചേട്ടനോട് ചോദിച്ചു എൻട്രി എവിടെയാണ്. സോ ദെൻ ഹി സെഡ് ദാറ്റ് ഇവിടെയല്ല എൻട്രി, ദി അതർ ഗേറ്റ്, നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഓപ്പോസിറ്റുള്ള ഗേറ്റാണ് എൻട്രി എന്നാണ് പറഞ്ഞു. സോ ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. അപ്പം എൻട്രി ആക്ച്വലി അവിടെയാണ്, മ്യൂസിയം സ്റ്റേഷൻ്റെ അടുത്തുള്ളതല്ല, മറ്റേ ഗേറ്റാണ് എൻട്രി. അറിയാത്തവർക്ക് കേട്ടോ, അറിയുന്നവർക്ക് ഇസ് നോ പ്രോബ്ലം. എൻട്രി ഇൻ ദ സെൻസ് വിത്ത് എ കാർ, ഇഫ് യു വാണ്ട് ടു ഗോ ഇൻ വിത്ത് എ 4-wheeler or a 2-wheeler, that is the entry. എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ആലോചിക്കണം. ആക്ച്വലി നമ്മൾ അതിന് മുന്നേ ആലോചിക്കണം, നമ്മൾ 4-wheeler കൊണ്ട് കയറേണ്ടിയിരുന്നോ എന്ന്. പക്ഷെ വേറെ സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് 4-wheeler കൊണ്ട് കയറണമെങ്കിൽ അതല്ലേ പറ്റുള്ളൂ. അത് കയറി കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ 150 റുപ്പീസാണ് പാർക്കിംഗ് ഫീ. ഐ ഡോണ്ട് നോ എന്തിനാണ് ഇത്രയും എക്സോർബിറ്റൻറ്റ് പാർക്കിംഗ് ഫീ എന്നെനിക്കറിയില്ല. അത്ര അധികം ആൾക്കാർ കയറാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ക്രൗഡ് കൺട്രോളിങ്ങിനോ അല്ലെങ്കിൽ കാർ കൺട്രോളിങ്ങിനോ ഒക്കെ ആണോ എന്ന് ഐ ഹാവ് നോ ഐഡിയ. ബട്ട് 150 rupees is the parking fee at the museum compound. എന്തായാലും ഞങ്ങൾ അവിടെ കയറി, ഞങ്ങൾ കൊടുത്തു. സൂവിനകത്തോട്ട് ടിക്കറ്റ് എടുക്കണം. സോ അനദർ തിങ് ഈസ്, നമുക്കിപ്പം ബാറ്ററി ഓപ്പറേറ്റഡ് കാർസ് ഉണ്ട്, ബഗി ടൈപ്പ്. സോ അതിനകത്ത് അതൊരു 5-seater-ഉം ഉണ്ട്, ഒരു 10-seater-ഉം ഉണ്ട് ആക്ച്വലി. ഞങ്ങൾ പോയപ്പോഴത്തേന് ലൈക്ക് വി weren't planning to walk. ഐ മീൻ ഞങ്ങൾക്ക് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അവന് ഒത്തിരി നേരം നടക്കില്ല. സോ even though he walks, he wouldn't walk so much for so long. And അത്രയും ചൂടുമൊക്കെ ആയിട്ട് he wouldn't do that. So ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടു. എന്നെ അവിടെ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ ബാറ്ററി ഓപ്പറേറ്റഡ് കാർ വേണം. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു 12:30 ഉച്ചയ്ക്ക് 12:30 ഒക്കെ അവിടെ എത്തിയപ്പം. ആൻഡ് അവിടെ എത്തിയപ്പോൾ ആണ് ആ 5-seater-ൻ്റെ വെഹിക്കിൾ അവിടെ അന്നേരം അവൈലബിൾ അല്ലായിരുന്നു. ദ നെക്സ്റ്റ് സ്ലോട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ അവൈലബിൾ വാസ് at 2. സോ അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ 10-seater എടുക്കാൻ വിചാരിച്ചു, വിച്ച് വാസ് 900. ആൻഡ് നമ്മൾ എന്തായാലും എടുക്കാൻ വിചാരിച്ചു, എന്തോ ഇറ്റ് ഈസ് 10-seater ബിക്കോസ് വി വാണ്ടഡ് ഇറ്റ്. ബട്ട് ഭാഗ്യത്തിന് വി ഗോട്ട് 2 other families. So all the three groups shared the vehicle, which അപ്പം നമുക്ക് അത്രയും ചിലവും ആയില്ല. So I think individually, actually, the zoo authorities can actually, what they can do is, ഒരു buggy fill ആകുമ്പോൾ you can send the people in, or ആ ബഗിയിൽ ഫിൽ ആകുന്ന ആൾക്കാരെ എടുത്തിട്ട് അത് വിട്ടാൽ മതി. അല്ലാതെ ഓരോ ഇപ്പം 2 പേരുള്ളൊരു ഫാമിലി, 3 പേര് ഉള്ളൊരു ഫാമിലിക്ക് 10-seater അവൈലബിൾ ഉള്ളത്, which doesn't make sense. നമുക്ക് വെളിയിലൊക്കെ പോയാൽ they have a lot of these cars available running regularly, and അതിനകത്ത് പോകേണ്ടവർ കയറി
അത് ഫില്ലാകുമ്പോൾ അത് ആളങ്ങോട്ട് പോകും. ഐ മീൻ ദ ബഗ്ഗി ആക്ച്വലി പോകും, വിച്ച് മേക്സ് മോർ സെൻസ്. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് 2 other families കിട്ടി. സോ ആൻഡ് വി വെൻറ്റ്. So so this whole trip in the battery operated vehicle takes around 45 minutes. 1 hour ഒന്നും എടുത്തില്ല തോന്നുന്നു. 45 minutes to 1 hour. ഇപ്പം നമ്മൾ നടക്കാനാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് പതുക്കെ നടക്കാം, എളുപ്പം നടക്കാം. സോ ദാറ്റ് വിൽ ടേക്ക് അറൗണ്ട് 1.5 hours 2 hours അങ്ങനെ. ആൻഡ് ഉച്ച സമയത്ത് പോവാണ്ടിരിക്കുക. അതിപ്പോൾ നമ്മുടെ കാറിലാണെങ്കിലും നടക്കാനാണെങ്കിലും നല്ല ചൂടുമാണ്. ആൻഡ് അനദർ തിങ് ഈസ്, ആനിമൽസ് എല്ലാം ഞങ്ങൾ പോയ സമയത്ത് they were mostly resting period ആയിരുന്നു. എവ്രി ആനിമൽ, മോസ്റ്റ് ഓഫ് ദി ആനിമൽസ് that we met, I mean ആക്ച്വലി എല്ലാവരും നല്ല ഉറക്കവും ക്ഷീണത്തിലുമായിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഉറക്കമായിരുന്നു അവർ. ഭാഗ്യത്തിന് we got to see the lion and the lioness. ആദ്യം ലയൻ്റെ എൻക്ലോഷറിൽ ആക്ച്വലി ആ ഡ്രൈവർ പറഞ്ഞത്, നിങ്ങൾ ഒരാൾ ചെന്ന് നോക്കൂ, അവിടെ ലയൺ ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി, വിച്ച് മീൻസ് ഹി ഓൾറെഡി ന്യൂ ദറ്റ് the chances were slim at that time of the day for a lion to come out and give us a show was very slim. But ഭാഗ്യത്തിന് ഞങ്ങൾക്ക് we got to see the lion and the lioness. അവിടെ ലയൺ വന്നൊരു ഷോ ഒക്കെ തന്നു, ബെഞ്ചിൻ്റെ മേലെയൊക്കെ കയറി. പിന്നെ ഞങ്ങളുടെ ആശാൻ കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ ടൈഗറിൻ്റെ എൻക്ലോഷറിൽ പോയപ്പോഴും ടൈഗർ വാസ് സ്പേസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. നോ ആനിമൽ മെയ്ഡ് ഇറ്റ്സ് വെരി സീം വെരി അൺയൂഷ്വൽ. ലൈക്ക് അത് ഉച്ച സമയം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് റിമെമ്പർ എ ടൈം ഹാവിങ് ഗോൺ ടു ദ സൂ ആൻഡ് നോട്ട് ഹിയർ എ ലയൺ ഓർ എ ടൈഗർ roar, right? So ഇപ്രാവശ്യം പോയിട്ട് ലയണും ടൈഗറും ഒന്നും റോർ ചെയ്യുന്നില്ല, സൗണ്ട് ഉണ്ടാക്കുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അടുത്ത കേജുകളിലെല്ലാം പല ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉറക്കം തന്നെയായിരുന്നു. ഹൈന ഉണ്ടായിരുന്നു, എല്ലാം ഉറക്കം തന്നെയായിരുന്നു. ബെയറൊക്കെ ആക്ച്വലി ഇറ്റ് വാസ് എ സ്ലോത്ത് ബെയറും ഞങ്ങൾ നോക്കിയപ്പോൾ മരത്തിൻ്റെ മേലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങായിരുന്നു. കുരങ്ങുകളും അങ്ങനെ മിക്ക ആനിമൽസും ഉറക്കം തന്നെയായിരുന്നു. പിന്നെ വാട്ട് വാസ് എ ലിറ്റിൽ അപ്സെറ്റിംഗ് വാസ്, നമുക്ക് ആന, ജിറാഫ്, അങ്ങനത്തെ സീബ്ര, അങ്ങനത്തെ ആനിമൽസിനെ ഒന്നും കണ്ടില്ല. അങ്ങനത്തെ ആനിമൽസ് തന്നെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ലോട്ട് ഓഫ് ആനിമൽസ് ആർ നോട്ട് ദെയർ. നമ്മുടെ പണ്ടത്തെ ഒരു സൂ അങ്ങനെയൊന്നും ഇപ്പം എനിക്ക് തോന്നിയില്ല. ദോ ദി എൻക്ലോഷേഴ്സ് ഹാവ് ചേഞ്ച്ഡ്. ആൻഡ് ഫൈനൽ സ്റ്റോപ്പ് വാസ് ആക്ച്വലി നമ്മുടെ സ്നേക്സിൻ്റെ ഒത്തിരിയും വെറൈറ്റീസ് ഇപ്പം ഉണ്ടായിരുന്നു. ഐ എം നോട്ട് ടു കീൻ അബൌട്ട് റെപ്റ്റൈൽസ്, ഐ മീൻ സ്നേക്സ് എസ്പെഷ്യലി. സോ ഞാൻ ഓടിങ്ങ് പോന്നു. പക്ഷേ മൈ ഫാമിലി നല്ലപോലെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഇപ്പോൾ ഒരു അക്വേറിയം, പണ്ടത്തെ റെപ്റ്റൈൽസ്, സ്നേക്സ് ആൻഡ് മൈസൊക്കെ കിടന്ന ആ സ്ഥലത്താണ് തോന്നുന്നു ഇപ്പം അക്വേറിയം. അവിടെ ആക്ച്വലി സെപ്പറേറ്റ് ടിക്കറ്റാണ്. സോ ഞാൻ പറയാൻ വിട്ടുപോയി, ലൈക്ക് ടിക്കറ്റിന് ആക്ച്വലി 40-50 റുപ്പീസോ മറ്റോ ഉണ്ടോയെന്ന് തോന്നുന്നു പെർ പേഴ്സൺ. പാർക്കിംഗ് ഈസ് 150 ദോ. ആൻഡ് ഇവിടെ അക്വേറിയത്തിൽ പോകണമെങ്കിലും ഡിഫറെൻറ്റ് ടിക്കറ്റാണ്. പക്ഷെ അന്നേരം ആ ടിക്കറ്റിൻ്റെ ആൾ ലഞ്ചിന് പോയേക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ല. അപ്പോൾ വി ജസ്റ്റ് കെയിം ഓഫ്. പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് മ്യൂസിയം ഒക്കെ ഉണ്ട് ടു ആക്ച്വലി ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഇഫ് യു വാണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞുള്ളതുകൊണ്ടും ഇറ്റ് വുഡൻറ്റ് ബി സംതിങ് ദറ്റ് ഹി വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ്, സോ വി സ്കിപ്പ് ദാറ്റ് ടു. സോ ഓവറോൾ കുഴപ്പമില്ലായിരുന്നു നമുക്ക്. പക്ഷേ ഈ ഉച്ച സമയമായതുകൊണ്ട് അത്ര ആനിമൽസിൻ്റെ അത്ര ആക്ടിവിറ്റീസൊന്നും കാണാൻ പറ്റിയില്ല. ആൻഡ് ബേർഡ്സും ഇങ്ങനെ നമ്മൾ വണ്ടിയിലായിരുന്നത് കൊണ്ട് ബേർഡ്സിനെ ഒന്നും നിന്ന് കാണാനൊന്നും അത്ര സൗകര്യം ഉണ്ടായില്ല. വണ്ടിയിലാണെങ്കിലും ദേ വിൽ മേക്ക് സ്റ്റോപ്സ്. നമ്മൾ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങി തന്നെ നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാം. ബേർഡ്സിൻ്റെ അടുത്തൊന്നും അവർ അങ്ങനെ നിർത്തില്ല, സ്ലോ ആയിട്ട് പോകും. ബട്ട് വി കുഡൻറ്റ് റിയലി സീ ഇറ്റ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. സോ അപ്പോൾ അതായിരുന്നു
എൻ്റെ സൂ എക്സ്പീരിയൻസ്. ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്, ആഫ്റ്റർ സോ ലോങ്, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങളങ്ങനെ ഫൈനലി സൂവിൽ പോയി, സൂ മ്യൂസിയം. അപ്പം ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. മനസ്സിലായെന്നോ കാണാൻ വന്നാണ്.